കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിലെ നില അപകടകരമായിട്ടുള്ള അവസ്ഥയിൽ ആണ്. പുതിയ ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാത്തതിൽ ദുരിതം അനുഭവിക്കുകയാണ് യാത്രക്കാർ. നിരവധി വിദ്യാർത്ഥികളാണ് ഇവിടെ ദിവസവും എത്തുന്ന സാഹചര്യത്തിൽ ബസ് സ്റ്റാൻഡ് കെട്ടിടങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലും ആകുന്നത്. വർഷങ്ങളായി കൊല്ലത്തെ KSRTC ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ ഇതാണ്. എവിടെ നോക്കിയാലും പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു. മേൽക്കൂരയിലെ കോൺക്രീറ്റുകൾ അടർന്നു വീഴുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകാൻ നിരവധി യാത്രക്കാരെത്തുന്ന ബസ് സ്റ്റാൻഡാണിത്. യാത്രക്കാരുടെ ജീവന് ഭീഷണിയായാണ് നിലവിൽ കെട്ടിടങ്ങളുള്ളത്. ബസ് കാത്തിരിക്കുമ്പോൾ മേലെ നിന്നും കോൺക്രീറ്റ് പാളികൾ വീഴുമോ എന്നുള്ള ആശങ്കയാണ് ഓരോ യാത്രക്കാർക്കും. മുൻപ് അപകടങ്ങൾ സംഭവിച്ചിട്ടുമുണ്ട്. ഇത്രയൊക്കെയായിട്ടും പുതിയ ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ വളരെ മോശകരമാണ്. മേളിലിരിക്കുന്ന കോൺക്രീറ്റ് പാളികളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് താഴെ വീണ് ഏത് നിമിഷവും ഈ ബിൽഡിംഗ് നിലം പതിക്കാവുന്ന ഒരു വളരെ മോശപ്പെട്ട ഒരവസ്ഥയിലൂടെയാണ് കൊല്ലത്തെ KSRTC ഡിപ്പോ നിലനിൽക്കുന്നത് തന്നെ. എത്രയും പെട്ടെന്ന് ഇത് പൊളിച്ചു പണിയണമെന്നുള്ളതാണ് KSRTCയിലെ BMS ആയിട്ടുള്ള KST എംപ്ലോയീസ് സംഘത്തിൻ്റെ ആവശ്യം. പക്ഷേ നമുക്ക് പറയാനുള്ളത് KSRTC എന്ന് പറയുമ്പോൾ KSRTCയുടെ സ്ഥലത്ത് കൂടുതൽ ബിൽഡിങ്ങുകൾ പണിയുക, അത് KSRTC ജീവനക്കാർക്കും യാത്രക്കാരെ കൂടുതലായിട്ട് ആകർഷിക്കുന്ന വിധത്തിലുള്ള കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. പൊതുഗതാഗത സംവിധാനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന ഒരു സംവിധാനമാണ് KSRTC. അപ്പോൾ KSRTC ചെയ്യേണ്ടുന്നത് കൂടുതൽ വാഹനങ്ങൾ ഇറക്കുകയും കൃത്യമായിട്ടുള്ള റൂട്ടുകൾ കണ്ടുപിടിക്കുകയും കൂടുതൽ യാത്രക്കാരെ KSRTCയിൽ എത്തിക്കാനുള്ള ശ്രമവും സാധാരണക്കാരനായുള്ള ജീവനക്കാർക്ക് തുച്ഛമായ അവൻ്റെ പോക്കറ്റിൽ ഒതുങ്ങുന്ന തുച്ഛമായ സാമ്പത്തിക സംവിധാനം അനുസരിച്ച് കൃത്യമായ സ്ഥലങ്ങളിൽ അവൻ്റെ വീടുകളിൽ സുരക്ഷിതമായി എത്തിച്ചേരാനുള്ള ഒരു സംവിധാനമാണ് KSRTC നടപ്പിലാക്കുന്നത്. കോടികളുടെ പദ്ധതിയുണ്ട് എന്ന വാഗ്ദാനം നൽകിയെങ്കിലും നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണ്. നിലവിലെ ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥയിൽ ജീവനക്കാരും ആശങ്കയിലാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലവിലൊന്നും ഇതുവരെ ആയിട്ടില്ല എന്നാണ്. ഇതുവരെ നിലവിൽ ഇങ്ങനെ ഇതാകുന്നു, ഇവിടെ പൊളിച്ചിട്ട് പിന്നെ അവിടെ ചെറിയ രീതിയിലൊരു SM ഓഫീസ് കെട്ടുന്നു, മേളിൽ വണ്ടി വരുന്നു. അങ്ങനെയൊക്കെ ആകുമ്പോഴും ഇവിടുത്തെ രാത്രിയിൽ ഇവിടെ വണ്ടി കൊണ്ടിടുന്നതിനും അങ്ങനെയൊക്കെയുള്ള വണ്ടി ഇടാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. ഇവിടുത്തെ സർവീസുകളുടെ എണ്ണം കുറയേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 1.5 വർഷമാവുന്നേ ഉള്ളൂ. ഞാൻ കാണുന്ന കാലം തൊട്ടേ, ഞാൻ ഇവിടെ വന്ന കാലം തൊട്ടേ, കൊല്ലം ജില്ല കാണുന്ന കാലം തൊട്ടേ ഈ ഡിപ്പോ ഇങ്ങനെ തന്നെയാണ്. ഇപ്പം ഇങ്ങനെ ഇതിപ്പം കുറേശ്ശെ പൊളിഞ്ഞ് വീണ് ആൾക്കാരുടെ ദേഹത്ത് വീഴുകയും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. ഓഫീസും ഡിപ്പോയും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിനായുള്ള പദ്ധതി തയ്യാറാവുന്നുവെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ ഡിപ്പോ പ്രവർത്തിക്കുന്ന സ്ഥലം വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാനും തീരുമാനമുണ്ട്. ജനങ്ങളുടെ ആശങ്കയകറ്റി എത്രയും വേഗം ബസ് സ്റ്റാൻഡ് സൗകര്യപ്രദമാർന്ന രീതിയിൽ പ്രവർത്തനം ആരംഭിക്കണമെന്നതാണ് ഉയരുന്ന ആവശ്യം. ജനം, കൊല്ലം.